ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക്. ഞാൻ ആതിര അർച്ചന. അപ്പോൾ നമ്മളോട് ഉദ്യോഗാർത്ഥികൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അപ്പെക്സ് സൊസൈറ്റി ജൂനിയർ ക്ലർക്കിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു. PSC നോട്ടിഫിക്കേഷൻ ഔട്ട് ചെയ്തതിനു ശേഷം ഉദ്യോഗാർത്ഥികൾക്കുള്ള ഒരു ആശങ്കയാണ്, ഏതായിരിക്കും സിലബസ് അല്ലെങ്കിൽ ഏത് സിലബസ് പ്രകാരമാണ് പഠിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ നമുക്ക് അതിനുള്ള ഉത്തരമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. നമുക്കറിയാം, നമ്മളുടെ അപ്പെക്സ് അംഗങ്ങളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ PSC കോൾ ഫോർ ചെയ്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ പ്രകാരം അപ്ലൈ ചെയ്യാത്തവർ പെട്ടെന്ന് അപ്ലൈ ചെയ്യാം. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പലർക്കും ഇന്നെലിജിബിൾ ആയിട്ടായിരിക്കും കാണിക്കുക. അത് കണ്ട് ടെൻഷൻ ആവണ്ട. നമ്മൾ ഏജ് ബാറൊക്കെ PSC കൂട്ടിയതിന് ശേഷം ഡിക്ലറേഷൻ ഒന്നുകൂടി നമ്മൾ സബ്മിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ആ ഡിക്ലറേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എലിജിബിൾ ആയിട്ട് കാണിക്കും. അപ്പോൾ അതിനുശേഷം പെട്ടെന്ന് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഇവിടെ സിലബസിൻ്റെ കാര്യമാണ് നമ്മൾ പറയാനുള്ളത്. നമുക്ക് മുൻപിൽ 2 സിലബസ് ആണ് കോർപ്പറേഷൻ സ്പെഷ്യലൈസ് ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് ഇതുവരെ നടന്നിട്ടുള്ള പരീക്ഷകൾക്ക് ഉള്ളത്. അത് ഒന്നെന്ന് പറയുന്നത്, നമുക്ക് അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ കാഷ്യർ അല്ലെങ്കിൽ ഫീൽഡ് ഓഫീസർ, ജൂനിയർ അസിസ്റ്റൻ്റ്, ലോവർ ഡിവിഷൻ ക്ലർക്ക്, കാഷ്യർ എന്നുള്ള തസ്തികയിൽ നടന്നിട്ടുള്ള പരീക്ഷയുടെ 135/2022, 814/2022, 815/2022, 816/2022, 095/2023 അങ്ങനെയുള്ള ആ പരീക്ഷകളുടെ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള സിലബസ് നമ്മളുടെ മുന്നിലുണ്ട്. പിന്നെ നമ്മളുടെ എന്താണ്, കേരള ബാങ്കിൻ്റെയും ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെയും KS കാർഡ് ബാങ്ക് അസിസ്റ്റൻറ്റിൻ്റെയും അതുപോലെ തന്നെ നമ്മളുടെ ഗാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ ഒക്കെ സിലബസ് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. നമ്മളിപ്പോൾ ഫോളോ ചെയ്തു വരുന്ന ആ ഒരു സിലബസും ഉണ്ട്. അങ്ങനെ 2 സിലബസാണ് ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് നമുക്ക് മുൻപിലുള്ളത്. അപ്പോൾ ഈ സിലബസിൽ നമ്മൾ വിചാരിക്കുന്നത്, ഇതൊരു ലോവർ ഡിവിഷൻ ക്ലർക്ക് തസ്തിക ആയതുകൊണ്ട് തന്നെ നമുക്ക്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോവർ ഡിവിഷൻ ക്ലർക്കിൻ്റെ അന്നത്തെ തസ്തികയെ പ്രകാരമുള്ള സിലബസ് ആവാനുള്ള സാധ്യതയുണ്ട്. ആ സിലബസ് പ്രകാരം നമുക്ക് എന്താണ്, കോർപ്പറേഷൻ ഉണ്ട്, ബാങ്കിങ് ഉണ്ട്. കോർപ്പറേഷനിൽ തന്നെ വരുന്നത് ഒറിജിൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്, പിന്നെ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ്സ്, കോപ്പറേറ്റീവ് ഓഡിറ്റ്, ഡിസ്പ്യൂട്ട് മാനേജ്മെൻറ്റ് ഇൻ കോപ്പറേറ്റീവ്, വൈൻഡിങ് അപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി, type of cooperatives in Kerala, cooperative education and training, cooperative legislative movement in Kerala, cooperative movement in India, history of cooperative movement in foreign countries. ഈ ഒരു കോർപ്പറേഷൻ്റെ പാർട്ടാണ് അതിൽ ആദ്യമുള്ളത്. പിന്നെ ഉള്ളത് ബേസിസ് ഓഫ് കമ്പ്യൂട്ടർ, അതിൽ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, ഇൻ്റർനെറ്റ്, സൈബർ ക്രൈം ആൻഡ് സൈബർ ലോ, പിന്നെ അതുപോലെ തന്നെ ജനറൽ നോളേജ് ഉണ്ട്, റിനേസൻസ് കേരള ആൻഡ് ഫ്രീഡം മൂവ്മെൻറ്റ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ജനറൽ ഇംഗ്ലീഷ് ഉണ്ട്, അതിൽ ഗ്രാമറും വൊക്കാബുലറി ഉണ്ട്. ആയിരുന്നു ആ LDC അതുപോലെ തന്നെ അസിസ്റ്റൻ്റ്, കാഷ്യർ തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷനിൽ ഉണ്ടായിരുന്നത്. പക്ഷെ നമുക്കറിയാം, മറ്റൊരു സൈഡിൽ നമ്മളുടെ അടുത്ത് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെയും അതുപോലെ കേരള ബാങ്കിൻ്റെയും ഒക്കെ ആ ഒരു സിലബസും ഉണ്ട്. അതിൽ ഉള്ളത് മെയിനായിട്ട് നമുക്ക് കോർപ്പറേഷനും ബാങ്കിങ്ങും IT ആൻഡ് സൈബർ ലോയുമാണ്. ഈ ഒരു അപ്പെക്സ് സൊസൈറ്റി ക്ലർക്കിൽ അല്ലെങ്കിൽ മുന്നേ വന്ന ക്ലർക്ക് വിജ്ഞാപനത്തിലും KS കാർഡിൻ്റെ അസിസ്റ്റൻറ്റ് വിജ്ഞാപനത്തിലൊക്കെ ബാങ്കിങ് ഇതിലില്ല. ഇതിൽ കോർപ്പറേഷനും പിന്നെ അതുപോലെ തന്നെ IT, പിന്നെ അതുപോലെ GK, ഇംഗ്ലീഷാണുള്ളത്. അപ്പോൾ ഈ 2 സിലബസിൽ നിന്നും നമുക്കെന്താണ് പ്രകാരം രണ്ടും നമുക്കെന്താണ് തള്ളിക്കളയാൻ പറ്റില്ല. ഇതിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് നമുക്ക് ആദ്യം പറഞ്ഞ ആ ഒരു സിലബസാണ്. കേരള ബാങ്കിൻ്റെ അല്ല, മറ്റ് GKയും ഇംഗ്ലീഷൊക്കെ ഉള്ള ആ സിലബസാണ്. പക്ഷേ PSC യഥാർത്ഥ സിലബസ് പുറത്തു വിട്ടാലേ നമുക്കെന്താണ് അത് വ്യക്തമായിട്ട് പറയാൻ കഴിയുള്ളൂ. പക്ഷേ ഈ 2 സിലബസും മുന്നിൽ കണ്ട് പഠിക്കുക. ഇംഗ്ലീഷും അതുപോലെ തന്നെ GK ഒക്കെ പഠിക്കുന്നത് നമുക്ക് CSEB പഠനത്തിന് കൂടി ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ അതും പഠിക്കുക, പ്ലസ് കോർപ്പറേഷൻ പഠിക്കുക. ബാങ്കിങ് ഒക്കെ നമ്മൾ എന്താണ് ഓൾറെഡി CSEBക്ക് പഠിക്കുന്നവർ തന്നെ ആയിരിക്കും ഇത് എഴുതുന്നുണ്ടാവും. അപ്പോൾ ബാങ്കിങ് ഒക്കെ നിങ്ങൾ പഠിക്കുന്നത് മറ്റേ നമ്മുടെ കേരള ബാങ്കിൻ്റെയും JCയുടെ ഒക്കെ സിലബസ് ആണെങ്കിൽ അതും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മളുടെ മുന്നിലുള്ള ഈ 2 സിലബസ് വെച്ചിട്ടും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനാണ് നമ്മൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് നല്ല എഫക്റ്റീവായിട്ട് 2 എക്സാമിനും ഒരുമിച്ച് പഠിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു ബോട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. തീർച്ചയായിട്ടും സഹകരണ മേഖലയിലെ വലിയ അവസരങ്ങളാണ് വരുന്നത്. അവസരം പാഴാക്കാതിരിക്കുക. നിങ്ങളുടെ സഹകരണ ബാങ്ക് ജോലി എന്നുള്ള സ്വപ്നം കോമ്പറ്റേറ്റീവ് ക്രാക്കറിനോടൊപ്പം നമുക്ക് ക്രാക്ക് ചെയ്യാം. താങ്ക്